ഇസ്രയേലിൽ പറന്നിറങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹത്തെ സ്വീകരിക്കാൻ എല്ലാ പ്രോട്ടോകോളുകളും മറന്നുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയാകട്ടെ ടെൽ അവീവിലെ വിമാനത്താവളത്തിലേക്ക് എത്തിയത്. ഗംഭീരമായ സ്വീകരണമാണ് അവിടെ ഒരുക്കിയിരുന്നതും. 6 മണിക്കൂർ നീണ്ട വിമാനയാത്രയ്ക്ക് ശേഷമായിരുന്നു ഇവിടെ പ്രധാനമന്ത്രി ഇസ്രായേലിലേക്ക് എത്തിയത്. ഇന്ത്യൻ നേതാവ് എന്ന നിലയിൽ 10 വർഷത്തെ ഭരണകാലയളവിൽ പ്രധാനമന്ത്രിയുടെ രണ്ടാമത്തെ ഇസ്രായേൽ സന്ദർശനമാണിപ്പോൾ നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അവസാന ഇസ്രായേൽ സന്ദർശനമാകട്ടെ 2017-ലായിരുന്നു. ഇന്ത്യ ഇസ്രായേൽ തന്ത്രപ്രധാനമായ പങ്കാളിത്തത്തിൽ കൈവരിച്ച സുപ്രധാന പുരോഗതി മോദിയും നെതന്യാഹുവും അവിടെ അവലോകനം ചെയ്യുകയും കൂടാതെ തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യ, നവീകരണം, പ്രതിരോധം, സുരക്ഷ, കൃഷി, ജല മാനേജ്മെന്റ്, വ്യാപാര, സമ്പദ് വ്യവസ്ഥകൾ, ജനങ്ങൾ തമ്മിലുള്ള കൈമാറ്റം എന്നിവ ഉൾപ്പെടെ തന്നെ സഹകരണത്തിന്റെ വിവിധ മേഖലയിലെ കൂടുതൽ അവസരങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും തമ്മിൽ ചർച്ച നടത്തുമെന്നാണ് ഇപ്പോൾ പ്രാഥമിക വിവരങ്ങൾ പുറത്തുവരുന്നത്. അതേപോലെ തന്നെ പരസ്പര താല്പര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ നേതാക്കൾ അവരുടെ കാഴ്ചപ്പാടുകൾ ഇരുവരും തമ്മിൽ കൈമാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതേസമയം ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത് ഇക്കാര്യങ്ങളാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴമേറിയതും അതുപോലെ തന്നെ ദീർഘകാലവുമായ തന്ത്രപ്രധാനമായ പങ്കാളിത്തം വീണ്ടും ഉറപ്പാക്കുക എന്നതാണ് ഇപ്പോൾ ടെൽ അവീവിൽ വെച്ച് ഇരുവരും തമ്മിൽ നടത്തിയ സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്നും വ്യക്തമാക്കുന്നു. കൂടാതെ തന്നെ പൊതുവായ വെല്ലുവിളികൾ അവലോകനം ചെയ്യുന്നതിനും രണ്ട് പ്രതിരോധ ശേഷിയുള്ള ജനാധിപത്യ രാജ്യങ്ങളാകട്ടെ അവർ തമ്മിലുള്ള ശക്തമായ പങ്കാളിത്തത്തിനായുള്ള അവരുടെ പങ്കിട്ട കാഴ്ചപ്പാട് അത് കൈവരിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ അവിടെ കൂടുതലായി തന്നെ പുനർക്രമീകരിക്കുന്നതിനുള്ള അവസരങ്ങളാണ് ഇനിയിപ്പോൾ ഇരു നേതാക്കളും തമ്മിൽ നൽകുന്നത് എന്നതാണ് വ്യക്തമാക്കുന്നത്. അതേപോലെ തന്നെ 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് അതിന്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഇസ്രായേലിലേക്ക് എത്തിയിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി അദ്ദേഹം ആകട്ടെ ഹ്രസ്വമായ ഒരു കൂടിക്കാഴ്ചയാണ് നടത്തിയിരിക്കുന്നത്. ഇരു നേതാക്കളും ഓർക്കണം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിറങ്ങിയ ആ മാത്രയിൽ തന്നെ, അദ്ദേഹത്തെ കണ്ട മാത്രയിൽ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ആ സന്തോഷം അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ചിത്രങ്ങളടക്കം ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വലിയ രീതിയിൽ വൈറലായി മാറുകയാണ്. അതിനുശേഷം ഇരുവരും ഇസ്രായേൽ പാർലമെന്റായ കനെസെറ്റിലേക്ക് പ്രത്യേക സമ്മേളനത്തിനായി തന്നെ പോകും. ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ ഭരണാധികാരി എന്ന ചരിത്ര നേട്ടം പോലും ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു സന്ദർശനത്തിലൂടെ തന്നെ സ്വന്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, അർജന്റീന പ്രസിഡന്റ് ജാവേൽ മിലി എന്നിവർക്ക് ശേഷം ഈ ഒരു വേദിയിൽ പ്രസംഗിക്കുന്ന ഒരേ ഒരു ഇന്ത്യൻ നേതാവാകട്ടെ ആ ഒരു നേതാവ് എന്ന സ്ഥാനം ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ കരസ്ഥമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പ്രസംഗത്തിന് ശേഷം നേതാക്കൾ സ്വകാര്യ അത്താഴ വിരുന്നിൽ ഇരു നേതാക്കളും തമ്മിൽ പങ്കെടുക്കും. അതേസമയം സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെതന്യാഹുവുമായി ഔദ്യോഗിക ചർച്ചകൾ നടത്തുന്നതിനോടൊപ്പം തന്നെ ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർഗോസുമായി തന്നെ അവിടെ കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാനമായ പങ്കാളിത്തത്തിന്റെ പുരോഗതി മോദിയും നെതന്യാഹുവുമായുള്ള ചർച്ചയിൽ വിലയിരുത്തുകയും മറ്റ് മേഖലകളിലെല്ലാം തന്നെ അവർ ശക്തമായ ഒരു ചർച്ച നടത്തുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.